പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഏപ്രിൽ 19 ശനിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് തിരുനാളിൻ്റെ മഹാദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനങ്ങൾ ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനും ശക്തീകരിച്ചതിനും ഞങ്ങൾ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ അങ്ങയുടെ മക്കളുടെ ജീവിത ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന്
ശനിയാഴ്ചയായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോഴും മനസ്സിൽ പറയാവുന്നവർക്കും പറയാവുന്നതാണ്. കർത്താവിൻ്റെ മക്കൾ ഇപ്പോഴും മനസ്സിൽ ഓർത്ത നിയോഗങ്ങളുടെ മേലും അങ്ങനെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിലെ ഉയർപ്പ് ഞായറാഴ്ചയിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നതെങ്കിലും ആ തിരുനാളിൻ്റെ യാതൊരുവിധ സന്തോഷവും തോന്നാത്ത ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് ഈശോയെ. പലരും തിരുനാൾ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയായി വന്നിട്ട് അവരെ ഇന്ന് ബാധിച്ചിരിക്കുന്ന വലിയ വിഷമതകളെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും കണക്കൂട്ടുകയും ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. അവർക്ക് ആവശ്യമായ ശക്തി, ബുദ്ധി, അതിനേക്കാളുപരി അവരെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന് ആവശ്യമായ ദൈവ പിന്തുണ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആരുടെ മറുപടിയെക്കുറിച്ച് ഓർത്താണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്, അങ്ങനെ ദൈവമേ നിന്നേക്കാൾ ഭീതി തോന്നിപ്പിക്കുന്ന, അങ്ങനെ തോന്നിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ട് ഭീതി തോന്നിക്കുന്ന മക്കളെ അങ്ങനെ ഉന്നതമായ ശക്തിയാൽ അവർ കരുത്ത് പ്രാപിക്കുകയും അവരഭിമുഖീകരിക്കാൻ പോകുന്ന, സംസാരിക്കാൻ പോകുന്ന, ഇടപെടാൻ പോകുന്ന വിഷയങ്ങളുടെ മേലെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പരിശ്രമിക്കുകയും അവർ മഹാസങ്കടത്തോടെയും ആശങ്കയോടെയും നോക്കിപ്പാത്തിരുന്ന വിഷയങ്ങളുടെ മേലെ അത് സംഭവിക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയമില്ലാത്ത രീതിയിൽ ദൈവം തന്നെ അവരുടെ കാര്യങ്ങളെ ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത പോലെ അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ഇടവരുത്തട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം വീണ്ടും മൗനമായി നിങ്ങളുടെ ഇന്നത്തെ മാനസിക അവസ്ഥകൾ, സങ്കടങ്ങൾ, കുടുംബത്തിൻ്റെ പ്രത്യേക ദുരന്തങ്ങൾ മനസ്സിലോർത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ, മാനസിക അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. രോഗപ്പെട്ടവർ, ഭീതിപ്പെട്ടവർ, പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, പല ക്ലേശങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ഇനി വരാൻ പോകുന്ന കേസുകൾ, അതുപോലെ ഒത്തുതീർപ്പിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഔദാര്യങ്ങൾ, അതേസമയം തന്നെ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട പണം, അതും അതില്ലാത്തതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സങ്കടങ്ങൾ, അതുപോലെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം കൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റ് പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വേവലാതി കൊള്ളേണ്ടി വരേണ്ട ആ എല്ലാ സാഹചര്യങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഇപ്പം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ദുഃഖശനിയാഴ്ചയാണ്. ഞാൻ ഈ ദിവസത്തെ ഭയങ്കരമായ രീതിയിൽ ധ്യാനിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. ഞാൻ ധനിക്കാൻ കാരണം മാതാവിൻ്റെ അഗാധ മൗനത്തിൻ്റെ ദിവസമാണിത്. ഇന്നലെ വൈകുന്നേരം കർത്താവിൻ്റെ നിശ്ചലമായ ശരീരം കബറടങ്ങിയപ്പോൾ അമ്മ സാക്ഷിയായിരുന്നു. അമ്മ അപ്പം മനസ്സിൽ പറഞ്ഞു കാണും, ഈശോ പറഞ്ഞതുപോലെ, പിതാവേ, ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ഇനി അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈശോ പറഞ്ഞത് വലിയ വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ്. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് വലിയ ശനിയാഴ്ചയായിരിക്കും. എന്താ കാര്യം വെച്ചാൽ ഉയർപ്പിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും അമ്മയില്ല. അമ്മയ്ക്ക് ഉയർപ്പിനെക്കുറിച്ച് ഭയങ്കരമായ കർത്താവിൻ്റെ കപടത്തെക്കുറിച്ചും വിജയം വരിച്ച മരണത്തെ വെന്ന് ജീവനെ പുനരുദ്ധരിച്ച ലോകത്തിന് പ്രത്യാശയുടെ പുതിയ വാതായനം, പ്രകാശവാതിൽ തുറന്നിട്ട ആ വിഷയത്തെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് വളരെ കൃത്യമായ ആലോചനയും അഗാധമായ ബോധ്യങ്ങളുമുണ്ട്.
അതുകൊണ്ടാണ് സുവിശേഷം പോലും ഈ ദിവസങ്ങളിൽ അമ്മയെ പിന്നീട് സംസാരിക്കാൻ അനുവദിക്കാത്തത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് അമ്മയോടാണ് പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യം. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പിലാത്തോസ് അതാണ് പറഞ്ഞത്. പിലാത്തോസിനോട് പറഞ്ഞായിരുന്നേ യഹൂദന്മാരെ, അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നല്ല, മറിച്ച് താൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന്. പക്ഷേ പിലാത്തോസ് എഴുതി വച്ചിരിക്കുന്നത് യേശു നസ്രേനി രഹസ്യുദയൂരു എന്നാണ്. എന്താ എഴുതിയിരിക്കണത്? അവൻ യഹൂദന്മാരുടെ യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്നാണ്. അപ്പോൾ പിലാത്തോസ് പറഞ്ഞ് അത് എഴുതപ്പെട്ടതാണ്. What I have written is written എന്ന് വെച്ചാൽ അങ്ങേര് എഴുതിയെന്നല്ല, what I have written is written എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനത്തിലുള്ളതാണ്, അത് അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. അത് പിലാത്തോസ് പറയാതെ പറയുകയാണ്. ഈ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മഹാപുരോഹിതനോട് കയ്യഫാസ് പറഞ്ഞില്ലേ, കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ഒരാൾ മരിക്കുന്നതാണ് നല്ലതെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഉടനെ സുവിശേഷം പറയും, കയ്യഫാസ് ഇത് പറഞ്ഞത് അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നു. ഈ ജനത്തിന് വേണ്ടി ഈശോ മരിക്കുന്നത് ദൈവനിശ്ചയമാണെന്നുള്ള തിരുവെഴുത്താണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇവരെല്ലാം ഈ കർത്താവിൻ്റെ തിരുമരണത്തിന് ഇടയാക്കിയിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളൊന്നായ കയ്യഫാസും പിലാത്തോസും ഒക്കെ അവർ പറയുമ്പോൾ പറയാതെ തന്നെ ദൈവജനങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. അത് തന്നെയാണ് പിലാത്തോസിന് സംഭവിക്കുന്നത്. ബട്ട് ഐ ഹാവ് റിട്ടൺ ഇസ് റിട്ടൺ. മലയാളത്തേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഞാൻ എഴുതിയത് തന്നെയെന്നല്ല, ആ എഴുതിയത് ആരാണ്? പിലാത്തോസ് എഴുതിയതല്ല, ഞാൻ എഴുതിയത് ദൈവം നേരത്തെ അവനെക്കുറിച്ച് എഴുതിയിരുന്നതാണെന്ന്. അപ്പം അത് തിരുത്താൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തിരുത്താൻ പറ്റാത്ത സത്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ് മറിയം. അമ്മയുടെ മുഖ്യ വികാരങ്ങളിൽ ഒന്ന് നിലപാട്, പോസ്റ്റർ. എന്നിലൊന്നെന്താണ്? യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പോഴേ മാതാവിൻ്റെ ഹൃദയത്തിലെ യേശു എന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. മാതാവിൻ്റെ ഹൃദയം ഉയർത്തുന്നേറ്റ് യേശുവിൻ്റെ കബറിടമാണ്, തുറന്നു കിടക്കുന്ന കബറിടമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മദെല്ലാം മറിയത്തെ പോലെ ഓടുന്നില്ല, വെളുപ്പിനെ എഴുന്നേറ്റ് സുഹൃത്തെ കൊണ്ട് ഉണ്ടാക്കുന്നില്ല. ഷീ ഈസ് നോട്ട് വാട്ട് ഹാപ്പൻഡ്. അതായത് അമ്മയ്ക്ക് അറിയാം, ഷീ നോസ് വാട്ട് ഹാപ്പൻഡ്. അതായത് എന്താണ് സംഭവിച്ചതെന്ന്, കല്ലറി സംഭവിച്ചതെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവർക്ക് തിരക്കില്ല, വ്യഗ്രതയില്ല, സുഗന്ധക്കുട്ടുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വാസം, പല കാര്യങ്ങളും വിശ്വാസം. എനിക്ക് പലപ്പോഴും തോന്നി, ഞാൻ യേശു കൈമാറ്റത്തിൻ്റെ വേണ്ടി പ്രത്യേക അഭിഷേകം ചോദിച്ച് വാങ്ങിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ അപ്പായി കാണുമ്പോൾ ചോദിക്കും, കർത്താവിനെ കൈമാറാൻ കരുത്ത് തരണേന്ന് ഓർക്കും. പക്ഷേ അപ്പായെ കൈമാറുന്നതിൻ്റെ നമുക്ക് ഒരു പരിധിയുണ്ട്. കൈമാറാൻ പറ്റുന്നത് കൈമാറാൻ പറ്റാത്തതുകൊണ്ട്, ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൈമാറാൻ പറ്റുന്നതുകൊണ്ട്, പക്ഷെ കൈമാറാൻ പറ്റാത്തതുണ്ട്. അമ്മയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അവൻ കൈമാറി.
കാനായിൽ അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവൾ വലിയ ശനിയാഴ്ച മേരി മഗ്ദലിനെ പോലെ ഓടി നടന്നൊന്നും ചെയ്യാതെ ഇരിക്കണം കണ്ടിട്ടില്ലേ? അത് കൈമാറാൻ പറ്റാത്ത വിശ്വാസത്തിൻ്റെ അഭൗമമായ ഒരു നിഗൂഢതയാണ്. ക്രിസ്തു ഒരേ സമയം തന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു നമുക്ക് കൈമാറാൻ പറ്റത്തില്ല. കാര്യമില്ല. ചില കഠോരമായ സ്വരങ്ങൾ നമുക്ക് അതിൻ്റെ ഡെസിമൽ നമ്മുടെ ചെവിക്ക് പിടികിട്ടത്തില്ലല്ലോ. അതുപോലെ ഒരു പ്രതിഭാസമാണ് ക്രിസ്തു. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്വകാര്യ ക്രിസ്തു അനുഭവത്തെ കൈമാറാൻ പറ്റത്തില്ല. അതിൻ്റെ ആദ്യ രൂപമാണമ്മ. അതുകൊണ്ട് കൈമാറാൻ പറ്റും ദൈവാനുഭവങ്ങൾ പോലെ തന്നെ കൈമാറാൻ പറ്റാത്ത ക്രിസ്തു അനുഭവം ഈ വലിയ ശനിയാഴ്ച ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് നീ പോകാൻ. താങ്ക് യു.